ഹലോ ഗേസ്, വയനാട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിലേക്കാണ്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചേകാടിയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചേകാടി ബാവലി പള്ളക്കൊല്ലിയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു നമ്മുടെ 90s കിച്ചൺ എന്ന് പറഞ്ഞൊരു കിച്ചൺ ഉണ്ട് ഇവിടെ ചേകാടിയിലുള്ള. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ പോകുന്ന റൂട്ടാണ് പുൽപ്പള്ളി ടൗണിൽ നിന്ന് നമ്മൾ ചേകാടിയിലേക്ക് വരുന്ന ആ റൂട്ടിൽ വരുമ്പോൾ കാണുന്ന ഒരു വിഷ്വൽസാണ് കാണുന്നത്. കാരണം ഇത് നമ്മുടെ കാടിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി എന്ന് പറയാം. കുറേ ഹട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കുറേ റിസോർട്ടൊക്കെ ഉണ്ട്. ഇനി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. നമ്മുടെ ആ ഓള ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. നമ്മുടെ കൂടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. നമ്മൾ കയറുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്, ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കാക്കവയൽ എന്ന സ്ഥലത്താണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിൻ്റെ ഒരു അറ്റത്താണ് നമ്മുടെ പുൽപ്പള്ളി എന്ന സ്ഥലമുള്ളത്. അവിടേക്കാണ് നമ്മൾ എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ കണ്ടു. കാരണം നൈസായിട്ട് കോടിറങ്ങിയിരുന്നാണ് കാണുന്നത്. കുറേ വലിയ പ്രായം ചെന്ന മരത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഫീലിംഗ് ഉള്ള സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാൻ എനിക്ക് എങ്ങനെയുണ്ട്. അതായത് ഇത്രയും നല്ല വൈബ്, നല്ല നൈസ് മഴ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേകാടി പുൽപ്പള്ളി റോട്ടിലാണ്. അതായത് പാൽവെളിച്ചം എന്ന സ്ഥലം കഴിഞ്ഞ പാടെയാണ് നമ്മുടെ ചേകാടി 90s കിച്ചൺ ഉള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് അമലുണ്ട്, അതുപോലെ തന്നെ തല കുത്തി കിടക്കുന്ന കണ്ണനുണ്ട്, സനിൽ ഉണ്ട്, അജിയേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്ന് നമ്മുടെ ചേകാടി 90s കിച്ചണിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ ക്ലൈമറ്റ് ആകെ മാറി. ഫുള്ളൊരു ഭീകര അന്തരീക്ഷമായി. കാരണം കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ആന ഉണ്ടാവാം, മാനുണ്ടാവാം, പല ജീവികൾ ഈ കാട്ടിലുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് എന്തും വരാം. ഈ സ്ഥലത്തിന് ഈ വഴി ശരിക്കും പറഞ്ഞാൽ 2 മെയിൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് നമ്മുടെ സുഖേട്ടൻ്റെ ചായക്കടയിലേക്കും ഒന്ന് നമ്മുടെ 90s കിച്ചണിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇതിന്. കാരണം നല്ല തണുത്ത കാറ്റും, പിന്നെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നല്ല കബനി തീരത്തിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു വൈബ് വേറെയാണ്. ഒരു വയലും ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. മെയിനായിട്ട് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പക്ക ഒരു നാട്ടുമ്പുറ പ്രദേശമാണിത്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ വയനാട്ടിലെ ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു വൈബ് ഏരിയയാണിത്. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. ചേകാടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ തപ്പി പിടിക്കണം. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ഇവിടെ എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട്. കാരണം കോളനി സാധനങ്ങളൊക്കെ തോന്നുന്നു. കുറേ വയലുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. വയനാട്ടിലുണ്ടായിട്ടും ഇവനൊന്നും ഇതുപോലെ സ്ഥലത്തൊന്നും വന്നിട്ടില്ല. ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മളെല്ലാ ദിവസവും ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കണം. നമ്മൾ ചിലപ്പോൾ കഴിക്കുന്ന സെയിം ഫുഡിന്റെ ചിലപ്പോൾ എല്ലായിടത്തും ഓരോ ടേസ്റ്റ് ആയിരിക്കാം. പക്ഷെ പറയാൻ പറ്റില്ല, ടേസ്റ്റ് അല്ലായിരിക്കാം. പക്ഷേങ്കിലും നമ്മളെന്താ ഈ ഫീല്, അതായത് നമ്മൾ ഈ പോകുന്നതിന് വേണ്ടിയുള്ള ഈ ഫീലില്ലേ, ഏത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇത്ര റിസ്ക് എടുത്ത് ഇത്ര എണ്ണ അടിച്ച് നമ്മൾ പോകുന്നതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അവിടെ പോയിട്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ നോർമലായിരിക്കാം, ചിലപ്പോൾ നല്ല അടിപൊളി ഫുഡ് ആയിരിക്കാം. പക്ഷേ ഈ ഫീല് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ വെറുതെ ഇരിക്കാണ്ട് ഇതേപോലത്തെ സ്പോട്ടിൽ കണ്ടെത്തി മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നല്ല ഫുഡുകൾ കഴിക്കുക. കാരണം ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. ഉള്ള ലൈഫ് അടിച്ചു പൊളിക്കുക. ചേട്ടന്മാരവിടെ ഞാറൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് നല്ല അടിപൊളി ഗ്രാമീണ പശ്ചാത്തലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് വേറെ ഫീലാണ്. മെയിനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ തലമുറക്കാർക്ക് കാണാൻ പറ്റിയതും അറിയാൻ പറ്റിയതുമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാക്സിമം എല്ലാവരും വരിക. അതിനുള്ളിലായിട്ടൊരു അംഗനവാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. എലിഫന്റ് വാലി റിസോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടാണ്. കാരണം ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. കുറേ നേരമായി കാണിച്ചു കൊടുത്തില്ലേ മോശം. ദിസ് ഈസ് എലിഫന്റ് ചാണകം.
തിരിച്ചു വരുമ്പോഴായിരിക്കും ആനനൊക്കെ കാണുന്നത്. വല്ലാത്തൊരു മൂടാണ്. ഡോറിന്റെ ഗ്യാപ്പായിരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് മാൻകൂട്ടത്തിനെ കണ്ടിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിപൊളിയാണ്. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ്. നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം. സ്ഥലം വഴിയാണ്. ചേട്ടാ ചേകാടി 90s കിച്ചൺ ഇവിടെ തന്നെ. താങ്ക് യു. അപ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തിനെ കണ്ട് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. ശരിക്കും പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റിൻ്റെ അധീനതയിൽപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതിനുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ വണ്ടി നിർത്താനോ നമ്മുടെ എല്ലാവരുടെ ബസ്സാണെന്ന് ഇടാനൊന്നും പാടില്ല. അപ്പോൾ കണ്ടോ കറക്റ്റ് കണ്ടോ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി പെട്ടെന്ന് നമ്മളൊരു വയലിലേക്ക് എത്തി. കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല ഞാറ് നടാൻ വേണ്ടി ഞാറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുൽപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ട് നമ്മുടെ ചേകാടി. ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ടോ നല്ല വയലൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാറ് കെട്ടി വെച്ചേക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നടാൻ വേണ്ടിയുള്ള ഞാറാണ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്ത് നമ്മൾ പക്ക ഒരു നെല്ല് നടുന്നത് ഞാറ് നടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഞാറ് കൂട്ടം ഇവിടെയുണ്ട്. അവരപ്പോൾ ഞാറ് നട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നല്ല ദുർഘടം പിടിച്ച പാതയാണ്. വഴിക്ക് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടു. നമ്മുടെ കബിനി നദിയുടെ കുറുകിയ ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചേകാടി 90s കിറ്റിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കബിനി നദി നല്ല നിറഞ്ഞ് കവിഞ്ഞൊഴുകി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെന്നിട്ട് ലേക്കാണ് പോകേണ്ടത്. ഭാവിയിൽ പോകണമെങ്കിൽ അവിടെ. അപ്പോൾ നമ്മുടെ കബിനി തീരത്തിൻ്റെ സൈഡ് പിടിച്ചാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലും ചെറിയ കുഞ്ഞൊരു നദി ഒഴുകുന്നുണ്ട്. നദിയല്ല സോറി, ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. പാൽ വെളിച്ചം. നമ്മൾ എന്ത് കണ്ടില്ലെങ്കിലും ആന ഇടുന്നൊരു ബോർഡ് മാത്രം നമുക്ക് കാണാൻ പറ്റി. ആനയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ചേട്ടന്മാർ വയലിൽ നല്ലോണം കൂട്ടുന്നുണ്ട്. നമ്മുടെ സുഖുവേട്ടൻ്റെ ചായക്കടയൊക്കെ നമ്മുടെ 90s കിച്ചണിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സുഖുവേട്ടൻ്റെ ചായക്കട. നമ്മുടെ സുഖുവേട്ടൻ്റെ ചായക്കട കഴിഞ്ഞ പാടെ തന്നെ വയലിലേക്ക് നോക്കിയപ്പോൾ കുറേ ദേശാടന കൊക്കുകളെ കണ്ടു കേട്ടോ. നല്ല രസമാണ് അതിനെ കാണാൻ. കാരണം വെച്ചാൽ നമ്മുടെ നോർമൽ കൊക്കിനെക്കാട്ടും കുറച്ചും കൂടി ഒരു സൈസാണ് ആശാന്മാർ. അപ്പോൾ എല്ലാവരും വയലിൽ നിന്ന് തീറ്റ തന്നുകൊണ്ടിരിക്കും. ഒരു നല്ല നാട്ടുമ്പുറം ഇവിടെ എവിടെയാണ്. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചേകാടിയിലെ 90s കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്, റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. ഓക്കെ, കയറിക്കണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ 90s കിച്ചൻ്റെ ലൊക്കേഷൻ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടോ കേട്ടോ. നമ്മൾ ഈ റോട്ടിൽ കൂടെ വന്നിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ കോലാണ്. നമ്മുടെ 90s കിച്ചൺ എന്ന പേര് പോലെ തന്നെ ഒരു 90s കാലഘട്ടത്തിലെ അതേ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും പറയുക ഈ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും വുഡിൻ്റെ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വിഭവങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വിഭവങ്ങൾ ചേകാടിയിലെ. അതുപോലെ തന്നെ പക്ക ഒരു മുളക് കൊണ്ടും അതുപോലെ തന്നെ പഴയ ഓല മേഞ്ഞതുമായിട്ടുള്ള ഇതിൽ ഭയങ്കര രസമായിട്ട് ഇരിക്കാൻ തന്നെ. കാരണം നൈസ് മഴയും കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. നമ്മുടെ ചേച്ചി ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നല്ല വുഡൻ ഇതിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പുറത്തെ വിഷ്വൽസ് ഒന്നും കൂടി ഒന്ന് കാണാൻ വിരിച്ചത്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പണ്ട് കാലത്തെ ആ സെയിം സെറ്റപ്പ് നമ്മുടെ 2025 കൊണ്ടുവന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിനായിട്ട് കാണുമ്പോൾ ഒരു സംഭവം. കാരണം നമ്മൾ ആ ഫീൽ അറിയണമെങ്കിലും ശരിക്കും നമ്മൾ അവിടെ പോയിട്ട് തന്നെ അനുഭവിച്ച് തന്നെ അറിയണം. കുറേ പെയിൻറ്റിങ്ങുകളും അതുപോലെ തന്നെ കുറേ പഴയ കാലത്തെ പോലെ നമ്മുടെ സിനിമേൻ്റെ കുറേ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ജെയിനും ഒക്കെയുള്ള കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ കുറേ പഴയ പാട്ടുകളുമാണ് ഇവിടെ കേൾക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് അനുഭവിച്ചറിയണം. ഇപ്പോൾ കുറേ വിഭവങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ എന്ത്
ഓർഡർ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേട്ടോ. ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കണേ ഉള്ളൂ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പഴംപൊരി ബീഫും കപ്പ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇനി പൊറോട്ട കൂടെ വരാനുള്ളൂ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. ഒരു മെസ്സേജ് കാണുന്നു. ഞാനിപ്പോൾ നേരം ഭക്ഷണം നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ബെല്ലടിച്ച് ഞാൻ നിയന്ത്രിക്കും. മെയിൻ സംഭവം നമ്മുടെ ബീഫിൻ്റെ കഷ്ണം തന്നെ അടിപൊളി എന്ന് പറയുന്ന നല്ല ടേസ്റ്റുള്ള സാധനം കണ്ടാലറിയാം. അതേപോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഉള്ളി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കഴിക്കാൻ തന്നെ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഒരു കഷ്ണം പഴംപൊരി എടുത്തിട്ടുണ്ട്, നല്ല ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് കപ്പ ബിരിയാണി കൂടി നോക്കാം. എനിക്ക് വേണ്ട അടിപൊളി. ഭയങ്കര അടിപൊളി. വെറൈറ്റി ഒരു മസാല ചായയാണ് ഓടിക്കിട്ടുള്ളത്. എന്നിട്ട് വീഡിയോ എടുക്കാം. നമ്മുടെ പൊറോട്ട ബീഫുണ്ട്, കാട്ടിപ്പാടുണ്ട്, നമ്മുടെ കപ്പ ബിരിയാണി തീർന്നിട്ടുണ്ട്, ബീഫും തീർന്നിട്ടുണ്ട്, ചായ ഫുള്ള് കാര്യം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പയും ബീഫും കൂടെ പൊറോട്ടയും ബീഫും കൂടെ വന്നാൽ സെറ്റ്. ചേട്ടായി 90s അതായത് 90s കാലഘട്ടത്തിലൊരു സെയിം സെറ്റപ്പാണ് നമ്മളിവിടെ ഒറ്റിയിട്ടുള്ളത്. കാരണം ഒരു പഴയ സെറ്റപ്പിലുള്ള ആ ചായക്കടേൻ്റെ ആ പഴമയും കാര്യങ്ങൾ, അതായത് സിനിമേൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി പഴമയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി ഓല കൊണ്ട് മേഞ്ഞ ഒരു ചായക്കടയാണ്. ചായക്കട എന്നല്ല, നമ്മുടെ കിച്ചൺ തന്നെ, ലൈവ് കിച്ചണാണ് ഇവിടെ. നല്ല ലെമണൊക്കെ സ്ക്വീസ് ചെയ്തിട്ട് ഒരു കഷ്ണം പൊറോട്ട എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നല്ല അടിപൊളി ബീഫ്, ബാഗുണ്ട് നല്ല മഴ. വയനാട്ടോട് പ്രത്യേകം പറയാണ്, മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി സ്പോട്ടാണ്. കാരണം ഈ സമയത്താണ് ഇതിൻ്റെ വൈബ് കൂടുതൽ. കാരണം നല്ല മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ ചേകടി തന്നെ പോയാൽ മതി. ആംബിയൻസും വേറെ ലെവലാണ്. മഴയുള്ളതുകൊണ്ട് ഒന്നും എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേക ഒരു രസമായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇവിടെ ബില്ല് എമൗണ്ടും വളരെ കുറവായിരുന്നു. നമുക്ക് ഇത്രയും ഭക്ഷണം കഴിച്ച് നമുക്ക് ഏകദേശം 642 രൂപയാണ് ബില്ലായത്. വൈബും ഉണ്ട്, ബില്ലും കുറവാണ്, നല്ല ഫുഡും കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക, നൈസാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഏറുമാടം കണ്ടപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ലെവലെന്ന് വെച്ചാൽ നല്ല രസം കേട്ടോ. മഴയൊക്കെ പെയ്ത് വയലിൻ്റെ നടുവിൽ കൂടി പോകുമ്പോൾ വേറെ ലെവലേ. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുക. നമ്മുടെ ചേകാടീസിൻ്റെ 90s കിച്ചൺ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ അജിയേട്ടനുണ്ട്, അതുപോലെ തന്നെ സനലുണ്ട്, അമലുണ്ട്, കണ്ണനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ നമുക്ക് അടുത്തൊരു വീഡിയോ ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മൾ നിൽക്കുന്നതും അതിൻ്റെ കുറച്ച് മുന്നിലായിട്ടാണ്. നല്ല അടിപൊളി ഒരു വയലും ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.